ഇങ്ങനെ പറഞ്ഞാൽ തീരാത്ത അത്രയും വികസന പ്രവർത്തനങ്ങൾ സർക്കാരിൻ്റെതായിട്ട് ഇവിടെ പറയാനുണ്ട് എന്നുള്ളതാണ് വാസ്തവം. ശബരിമല വിഷയത്തിൽ എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അന്വേഷണം വളരെ സുതാര്യമായിട്ട് മുമ്പോട്ട് പോകുന്ന സമയത്ത് അത് കോൺഗ്രസ് നേതാക്കളിലേക്ക് തന്നെ തിരിയുന്നു എന്നൊരവസ്ഥ വന്നതോട് കൂടിയിട്ടാണ് പിന്നെ ശബരിമല പ്രതിപക്ഷത്തിന് ഉപേക്ഷിക്കേണ്ടതായിട്ടുണ്ട്. പക്ഷേ കേരളയിൽ സമരം എന്ന് പറയുന്നത് ഒരിക്കലും UDF സമരമായിരുന്നില്ലത്. അതൊരു ജനകീയ സമരമായിരുന്നു. അവരുടെ ഭീതിയിൽ നിന്നുണ്ടായ സമരമാണ്. ഒരുപാട് കാര്യങ്ങൾ കുറ്റം പറയുന്നുണ്ട്, ഒരുപാട് ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ ഈ ആരോപണങ്ങൾക്കൊരു ക്ലാരിറ്റി നൽകിക്കൊണ്ട് ഈ വിഷയം ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഈ പ്രതിപക്ഷത്തിന് സാധിച്ചിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാര്യപ്രാപ്തിയുള്ള ഒരു പ്രതിപക്ഷ നേതാവല്ല VD സതീശൻ എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ പല വിഷയങ്ങളിലും എടുത്ത നിലപാടുകൾ, ഏതെങ്കിലും ഒരു വിഷയം ജനങ്ങളെ ബാധിക്കുന്ന ഒരു വിഷയം എടുത്തിട്ടുണ്ടെങ്കിൽ അതിന് കൃത്യമായൊരു ഫോളോ അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രതിപക്ഷ നേതാവിന് സാധിച്ചിട്ടില്ല എന്നൊരു ആക്ഷേപമാണ് എനിക്കുള്ളത്. ജനങ്ങൾക്ക് വേണ്ടിയിട്ട് UDF എന്ത് ചെയ്തതിന് ശേഷമാണ് ഈ 100 സീറ്റ് തങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ട് പറയുന്നത്? അല്ലെങ്കിൽ എന്ത് പദ്ധതികളും പരിപാടികളുമാണ് UDFന്റെ കൈവശമുള്ളത്? നമസ്കാരം. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF വികസനം പറയുമ്പോഴും UDF എന്തായിരിക്കും പറയാൻ പോകുന്നത്? UDF വികസനത്തെ കുറിച്ച് തന്നെ പറയും. UDF 2011 മുതൽ 2016 വരെ കേരളത്തിൽ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളെ കുറിച്ച് UDF പറയും. അത് UDF പറഞ്ഞില്ലെങ്കിൽ LDF അത് പറഞ്ഞു കൊടുക്കും. 2015 മുതൽ 2016 വരെ കേരളത്തിൽ നടന്നിട്ടുള്ള വികസന പ്രവർത്തനങ്ങളെ കുറിച്ചൊക്കെ. UDF കേരളത്തിൽ വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടില്ല എന്നൊരു അഭിപ്രായമൊന്നും എനിക്കില്ല. പക്ഷേ UDF 2011 മുതൽ 2016 വരെ വികസനം നടത്തിയിട്ടില്ല എന്ന് അന്ന് ഒരു പ്രതിപക്ഷ നേതാക്കന്മാരെ പോലെ പറഞ്ഞിരുന്ന ആളുകളാണ് ഇന്ന് സംസ്ഥാനത്തെ പ്രതിപക്ഷത്ത് ഇരിക്കുന്നത് എന്നൊരു വസ്തുത കൂടിയുണ്ട്. ഏതൊക്കെയാലും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ന് പെരുമ്പളം പാലത്തിൻ്റെ ഉദ്ഘാടനം, ഇന്നലെ വയനാട് തുരങ്കപാതയുടെ സ്ഫോടനം നടത്തുന്നു. അതായത് തുരങ്കത്തിൻ്റെ ആദ്യഘട്ട പ്രവൃത്തി ഇന്നലെ ആരംഭിച്ചിരിക്കുന്നു. അതിൻ്റെ ഒരു സ്ഫോടനം നടത്തി ഉദ്ഘാടനമൊക്കെ നടത്തി നമ്മൾ ദൃശ്യമാധ്യമങ്ങളിലൂടെയൊക്കെ കണ്ടതാണ്. അതിന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് വയനാട് ദുരിതത്തിൽപ്പെട്ട ആളുകൾക്ക് വീട് നൽകുന്നത്. 178ഓളം കുടുംബങ്ങൾക്ക് വീട് നൽകുന്നു. ഇനി ബാക്കിയുള്ള ആളുകൾക്കും ഈ ഏപ്രിൽ മാസത്തിൽ തന്നെ വീടുകൾ നൽകുമെന്ന് മുഖ്യമന്ത്രി വാഗ്ദാനം നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അതുകൂടാതെ തന്നെ നമ്മൾ റോഡിലേക്ക് ഇറങ്ങുന്ന സമയത്ത് അവിടെ ഉള്ള റോഡുകൾ ഒരുപാട് വികസന നേട്ടങ്ങൾ സർക്കാരിന് പറയാൻ വേണ്ടിയിട്ടുണ്ട്. കാരണം കിഫ്ബി പദ്ധതിയിലൂടെ ഇന്നിപ്പോൾ പെരുമ്പളം പാലത്തിനായി നമ്മൾ ചർച്ചയിൽ ആദ്യം തന്നെ പറഞ്ഞു. ഇതുകൂടാതെ ഒരുപാട് പാലങ്ങൾ, സ്കൂളുകൾ, ആശുപത്രികൾ, ഇങ്ങനെ പറഞ്ഞാൽ തീരാത്ത അത്രയും വികസന പ്രവർത്തനങ്ങൾ സർക്കാരിൻ്റെതായിട്ട് ഇവിടെ പറയാനുണ്ട് എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ പലപ്പോഴും പ്രതിപക്ഷം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ വികസനങ്ങളെയൊക്കെ മാറ്റാൻ, അതല്ലെങ്കിൽ ഈ വികസനങ്ങളൊക്കെ മറച്ചു വെക്കണമെന്നുണ്ടെങ്കിൽ മറ്റെന്തെങ്കിലും വൈകാരികമായൊരു വിഷയം ഉയർത്തിക്കൊണ്ട് വരേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെ വൈകാരികമായൊരു വിഷയം ഉയർത്തിക്കൊണ്ട് വരുന്നതിന് വേണ്ടിയിട്ടാണ് ശബരിമല ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രതിപക്ഷം ശ്രമിച്ചിട്ടുള്ളത്. എന്നാൽ ശബരിമല വിഷയത്തിൽ എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അന്വേഷണം വളരെ സുതാര്യമായിട്ട് മുമ്പോട്ട് പോകുന്ന സമയത്ത് അത് കോൺഗ്രസ് നേതാക്കളിലേക്ക് തന്നെ തിരിയുന്നു എന്നൊരവസ്ഥ വന്നതോട് കൂടിയിട്ടാണ് പിന്നെ ശബരിമല പ്രതിപക്ഷത്തിന് ഉപേക്ഷിക്കേണ്ടതായിട്ട് വന്നത്. BJP ഈ ശബരിമല സമരം ഏതെങ്കിലും തരത്തിൽ ടേക്കപ്പ് ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ഗുണഭോക്താക്കളായിട്ട് വരിക ഈ UDF ആയിരിക്കും എന്നുള്ളത് കൊണ്ടാണ് BJP ശബരിമല ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് കൂടുതൽ സമരങ്ങൾ നടത്താതിരിക്കുന്നത് എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, UDFനെ സംബന്ധിച്ചിട്ട് UDF കഴിഞ്ഞ 5 അല്ലെങ്കിൽ 10 വർഷക്കാലം സംസ്ഥാനത്ത് നടത്തിയിട്ടുള്ള പ്രതിപക്ഷ പ്രവർത്തനം, അതല്ലെങ്കിൽ പ്രതിപക്ഷം ഉയർത്തിക്കൊണ്ട് വന്നിട്ടുള്ള ഏതെങ്കിലും ഒരു സമരം, ആ സമരത്തിന് ജനങ്ങൾ നൽകിയിട്ടുള്ള ഒരു സ്വീകാര്യത, അതൊക്കെ പരിശോധിക്കപ്പെടാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഇനി വരുന്ന ദിവസങ്ങളിൽ. അതായത് ഇപ്പോൾ കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ UDF ഏതെങ്കിലും ഒരു പൊതുവായ വിഷയത്തിൽ ഈ ഗവൺമെന്റിനെ വിമർശിച്ചുകൊണ്ടൊരു സമരം നടത്തിയിട്ടുണ്ടോ? പ്രത്യക്ഷ സമരം നടത്തിയിട്ടുണ്ടോ? ഇല്ല. ഈ മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സിന് പോയി കരിങ്കൊടി കാണിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പ്രതിപക്ഷ പ്രവർത്തനമല്ലത്. മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സിന്റെ ബസ് റോഡിൽ കൂടി യാത്ര ചെയ്യുന്ന സമയത്ത് മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിച്ചു എന്നുള്ളത് ഒരു പ്രതിപക്ഷ പ്രവർത്തനമായിട്ട് നമുക്ക് ഒരിക്കലും കാണാൻ വേണ്ടി സാധിക്കത്തില്ല. മറിച്ച് ഈ സർക്കാരിന് മൂലം ജനങ്ങൾ നേരിടുന്ന എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ, ഒരു ബുദ്ധിമുട്ടും ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല, ഒരു ഭരണാധികാരിയും വിമർശനത്തിന് അതീതനുമല്ല. അപ്പോൾ അങ്ങനെ സർക്കാരിന്റെ വീഴ്ചകൾ ഏതെങ്കിലുമൊക്കെ എണ്ണി പറഞ്ഞുകൊണ്ട് ഇവരേതെങ്കിലും തരത്തിലുള്ള സമരങ്ങൾ നടത്തിയിരുന്നുവെങ്കിൽ, ഇവരാകപ്പാടെ നടത്തിയെന്ന് പറയുന്ന സമരം കേരളയിൽ സമരമാണ്. പക്ഷെ കേരളയിൽ സമരം എന്ന് പറയുന്നത് ഒരിക്കലും UDF സമരമായിരുന്നില്ലത്. അതൊരു ജനകീയ സമരമായിരുന്നു. അവരുടെ ഭീതിയിൽ നിന്നുണ്ടായ സമരമാണത്. ആ സമരം സർക്കാർ ഒരുപക്ഷെ അംഗീകരിച്ചു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. കേരളവുമായി ബന്ധപ്പെട്ടുള്ള കുറ്റി നാട്ടൽ പരിപാടിയൊക്കെ അവസാനിപ്പിച്ചു. അപ്പോൾ ആ ഒരു സമരം മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ കേരളത്തിൽ കഴിഞ്ഞ 5 വർഷമായിട്ട് എന്ത് സമരമാണ് ഇവർക്ക് നടത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുള്ളത്? ഒരുപാട് കാര്യങ്ങൾ കുറ്റം പറയുന്നുണ്ട്, ഒരുപാട് ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ ഈ ആരോപണങ്ങൾക്കൊരു ക്ലാരിറ്റി നൽകിക്കൊണ്ട് ഈ വിഷയം ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട്
ഈ പ്രതിപക്ഷത്തിന് സാധിച്ചിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഭരണപക്ഷം ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ പറയുന്ന സമയത്ത് ഇപ്പം ഏറ്റവും വലിയ ഉദാഹരണത്തിന് LDFന്റെ സൈബർ ഇടത്തിൽ വളരെ ഹിറ്റായിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് നുണേശന്റെ നുണകൾ എന്ന് പറഞ്ഞുകൊണ്ട്. അത് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ VD സതീശൻ പറഞ്ഞിരുന്ന കാര്യങ്ങളും ഇപ്പോൾ VD സതീശന്റെ നിലപാടുമായിട്ടുള്ള ഒരു ഫാക്ട് ചെക്കാണ്. ഈ ഫാക്ട് ചെക്കിൽ പലപ്പോഴും VD സതീശന് ഉത്തരമില്ലാത്തൊരവസ്ഥ വരുന്നുണ്ട്. ഇനി വരും ദിവസങ്ങളിൽ വികസനവുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പൊ പാഠപുസ്തകങ്ങൾ ഓണപ്പരീക്ഷ എത്തിയിട്ടും പാഠപുസ്തകങ്ങൾ എത്തിയിട്ടില്ല എന്നുള്ള രീതിയിലുള്ള പഴയ വാർത്തകളുണ്ട് അബ്ദുറബിന്റെ കാലഘട്ടത്തിൽ. അപ്പൊ അബ്ദുറബിന്റെ ആ കാലഘട്ടത്തിലെ വാർത്ത ഇന്ന് ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിൽ തന്നെ അബ്ദുറബ് പറയുന്നൊരു കാര്യമുണ്ട്, ഇനി വരും കാലഘട്ടങ്ങളിലൊക്കെ ചോദ്യപേപ്പറും പാഠപുസ്തകങ്ങളൊന്നും ആവശ്യമില്ലാത്തൊരു കാലഘട്ടമാണ് വരാൻ പോകുന്നത്. അദ്ദേഹം ഉദ്ദേശിച്ച ഡിജിറ്റൽ ആയിട്ടുള്ള കാര്യത്തെക്കുറിച്ചായിരിക്കാം. പക്ഷെ പാഠപുസ്തകം ഇല്ലാതാകും എന്നൊക്കെയുള്ളൊരു വിഡ്ഢിത്തരം ഒരു വിദ്യാഭ്യാസ മന്ത്രി വർഷങ്ങൾക്ക് മുമ്പേ പറഞ്ഞിരുന്നു എന്ന് പറയുമ്പോഴത്തെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. അതെത്ര ഭീകരമാണത്. അപ്പോൾ ഇപ്പോഴുള്ള ആളുകളെ സംബന്ധിച്ചിട്ട് ആളുകൾ നോക്കുമ്പോഴെന്താണ്, പ്രതിപക്ഷം പറയുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ കടക്ക് പുറത്ത് എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ചിരിക്കുന്നില്ല, അല്ലെങ്കിൽ പിണറായി വിജയൻ ധാർഷ്ട്യക്കാരനാണ്, അഹങ്കാരിയാണ്. ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ പ്രതിപക്ഷം ഉന്നയിക്കുന്നതല്ലാതെ ഇപ്പൊ ഈ ഏറ്റവും തൊട്ടടുത്ത് നടന്നിട്ടുള്ള നഴ്സുമാരുടെ സമരം, ആശമാരുടെ സമരം, PSC ഉദ്യോഗാർത്ഥികളുടെ സമരം, ഈ വിഷയങ്ങളിൽ പോലും ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് UDFന് സാധിച്ചിട്ടില്ല എന്ന് പറയുമ്പോഴത്തേക്ക് പ്രതിപക്ഷം എന്നുള്ള രീതിയിൽ 10-ൽ എത്ര മാർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും ഈ പ്രതിപക്ഷ പ്രവർത്തനത്തിന്? ഇപ്പോൾ ഇവർ പറയുന്നത് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഞങ്ങൾ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഖജനാവ് നിറയ്ക്കും, കോടികൾ ഒഴുകിയെത്തും എന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ പറയുന്നൊരു കാര്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കിഫ്ബിയുമായി ബന്ധപ്പെട്ടിട്ടായിക്കൊള്ളട്ടെ, അതല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിൻ്റെ ധനകാര്യ വകുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടായിക്കൊള്ളട്ടെ, ഇപ്പോൾ നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സിസ്റ്റത്തിന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു വ്യത്യാസം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇത് മൊത്തം തകരാറിലാവും. ഫണ്ട് ഫ്ലോ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഒരുപാട് പ്രശ്നങ്ങൾ വരും. ഇപ്പോൾ ഇത് നല്ല രീതിയിൽ തന്നെ കുഴപ്പമില്ലാത്ത രീതിയിലാണ് സംസ്ഥാനം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു പരിഷ്കരണത്തിന് വരുന്ന സർക്കാർ തയ്യാറായി കഴിഞ്ഞാൽ ഇത് മൊത്തം കൂപ്പുന്ന ഒരു അവസ്ഥയുണ്ടാവും. അപ്പൊ ഈ അവസ്ഥ കൂടി ജനങ്ങളെ മനസ്സിലാക്കാനായിട്ട് ഭരിച്ചുകൊണ്ടിരിക്കുന്ന LDFന് സാധിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ അങ്ങനെ വരുന്ന ഒരു സമയത്ത് ഒരു ഭരണമാറ്റം ഈ സംസ്ഥാനത്ത് ഉണ്ടായിക്കഴിഞ്ഞാൽ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക അവസ്ഥ കുറച്ചുകൂടി മോശപ്പെട്ട അവസ്ഥയിലേക്ക് പോകാനായിട്ടുള്ള സാഹചര്യങ്ങൾ എങ്ങനെ എന്ന് ജനം തിരിച്ചറിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ കേരള സംസ്ഥാനത്ത് നിഷ്പക്ഷരായിട്ട് നിൽക്കുന്ന ഒരുപറ്റം ആളുകളുണ്ട്. ആ ആളുകളുടെ വോട്ട് നേരെ LDFന് അനുകൂലമായിട്ട് വീഴും. ആ LDFന് അനുകൂലമായിട്ട് മാറുന്ന സമയത്ത് അത് UDFന് ദോഷം ചെയ്യും എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. കാരണം കാര്യപ്രാപ്തിയുള്ള ഒരു പ്രതിപക്ഷ നേതാവല്ല VD സതീശൻ എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ പല വിഷയങ്ങളിലും എടുത്ത നിലപാടുകൾ, ഏതെങ്കിലും ഒരു വിഷയം ജനങ്ങളെ ബാധിക്കുന്ന ഒരു വിഷയം എടുത്തിട്ടുണ്ടെങ്കിൽ അതിന് കൃത്യമായൊരു ഫോളോ അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രതിപക്ഷ നേതാവിന് സാധിച്ചിട്ടില്ല എന്നൊരു ആക്ഷേപമാണ് എനിക്കുള്ളത്. അല്ലെങ്കിൽ പ്രതിപക്ഷത്തിന് സാധിച്ചിട്ടില്ല എന്നൊരു ആക്ഷേപമാണ് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കുക. ഏതൊരു ജനാധിപത്യത്തെ സംബന്ധിച്ചിട്ട് പറയുമ്പോൾ ജനാധിപത്യത്തിൽ ഭരണപക്ഷത്തോടൊപ്പം തന്നെ പ്രാധാന്യമുള്ള ഒന്നാണ് ഈ പ്രതിപക്ഷം എന്ന് പറയുന്നത്. ഈ പ്രതിപക്ഷത്തിന്റെ ഒരു കഴിവില്ലായ്മ അത് ഭരണപക്ഷത്തെയും അലസരാക്കും എന്നൊരു ബോധ്യം കൂടി ഉണ്ടാവേണ്ടതുണ്ട്. അതുകൊണ്ട് നമുക്ക് പറയാൻ ഇവിടെ ആഗ്രഹിക്കുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, LDF വരികയോ വരാതിരിക്കുകയോ ചെയ്യട്ടെ, അത് ജനങ്ങൾ തീരുമാനിക്കേണ്ട കാര്യമാണ്. ജനങ്ങളാണ് ഒരു സർക്കാരിനെ ഇവിടെ വരണമോ വേണ്ടയോ മാറണമോ എന്നൊക്കെ തീരുമാനിക്കുന്നത്. അതല്ലാതെ UDFന്റെ നേതാക്കന്മാർ പറയുന്ന പോലെ 100 സീറ്റുകൾ നേടി ഞങ്ങൾ അധികാരത്തിൽ വരും. ജനം തീരുമാനിക്കാതെ എവിടെ നിന്നാണ് UDF 100 സീറ്റ് കൊണ്ടുവരുന്നത്? ജനങ്ങൾക്ക് വേണ്ടിയിട്ട് UDF എന്ത് ചെയ്തതിന് ശേഷമാണ് ഈ 100 സീറ്റ് തങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ട് പറയുന്നത്? അല്ലെങ്കിൽ എന്ത് പദ്ധതികളും പരിപാടികളുമാണ് UDFന്റെ കൈവശമുള്ളത്? പ്രകടന പത്രികയിൽ എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമുണ്ടോ? കഴിഞ്ഞ 5 വർഷത്തെ 10 വർഷത്തെ പ്രതിപക്ഷ പ്രവർത്തനത്തിൽ തന്നെ ഇവർ പരാജയമാണ് എന്നിരിക്കെ ഇവർ ഭരണപക്ഷത്തെത്തിക്കഴിഞ്ഞാൽ അവസ്ഥ എന്തായിരിക്കും? 2011 മുതൽ 2016 വരെ പരസ്പരം കാലുവാരുന്ന കോൺഗ്രസ് നേതാക്കന്മാരല്ലേ നമ്മൾ കണ്ടിട്ടുള്ളത്. മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ ഉമ്മൻചാണ്ടിയെ മുഖ്യമന്ത്രി കസേരയിൽ നിന്ന് വലിച്ച് താഴെ ഇറക്കാൻ വേണ്ടിയിട്ട് തിരുവഞ്ചൂർ രാധാകൃഷ്ണനും രമേശ് ചെന്നിത്തലയും ഒക്കെ നടത്തിയ ശ്രമങ്ങളെക്കുറിച്ചൊക്കെ വരും ദിവസങ്ങളിൽ പുറത്തേക്ക് വരുന്ന സമയത്ത് ഇതിനൊക്കെ എങ്ങനെ ഉത്തരം പറയും? ഇപ്പൊ ഉമ്മൻചാണ്ടിയെ വലിയ നേതാവായിട്ടാണല്ലോ ഇവരെല്ലാവരും അവതരിപ്പിക്കുന്നത്, UDF മുമ്പോട്ട് വെച്ചുകൊണ്ടിരിക്കുന്നത്. ഉമ്മൻചാണ്ടി നല്ല നേതാവ് തന്നെയായിരുന്നു, ഒരു സംശയവും ആർക്കും വേണ്ട. പക്ഷെ ആ ഉമ്മൻചാണ്ടിയോട് തിരുവഞ്ചൂർ രാധാകൃഷ്ണനും രമേശ് ചെന്നിത്തലയും VD സതീശനും ഒക്കെ കാണിച്ചിട്ടുള്ളത് എന്താണ്? അവർ ഉമ്മൻചാണ്ടിക്കെതിരെ നടത്തിയിട്ടുള്ള പ്രസ്താവനകൾ ഇന്ന് സോഷ്യൽ മീഡിയയിൽ ലഭ്യമല്ലേ, വിഷ്വൽസ് ആയിട്ട് കൺമുമ്പിൽ വന്ന് നിൽക്കുകയല്ലേ. അപ്പോൾ ഒരുപാട് ചോദ്യങ്ങളെ പ്രതിപക്ഷത്തിന് വരും ദിവസങ്ങളിൽ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഭരണപക്ഷത്തെ സംബന്ധിച്ചിട്ട് LDFനെ സംബന്ധിച്ചിട്ട് ഉയർത്തി കാണിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് വികസന പദ്ധതികളും പരിപാടികളുമുണ്ട്. ഇനി വന്നാൽ എന്തായിരിക്കും എന്നുള്ളതിനെക്കുറിച്ചും കൃത്യമായ ധാരണയുണ്ട്. പക്ഷെ പ്രതിപക്ഷത്തിനെ സംബന്ധിച്ചിട്ട് ആ സൈഡ് ബ്ലാങ്ക് ആണ്,
വെറുതെ വായുനാക്ക് കൊണ്ടുള്ള സംസാരം മാത്രമേ ഉള്ളൂ, മറിച്ച് ജനങ്ങളെ ബാധിക്കുന്ന ഏതെങ്കിലും ഒരു വിഷയം ഏറ്റെടുത്തുകൊണ്ട് ഒരു സമരം നടത്തിയതായിട്ട് പോലും ജനങ്ങളുടെ അടുത്ത് പറയാനായിട്ട് പ്രതിപക്ഷത്തിൻ്റെ കൈവശം ഇല്ല എന്നുള്ളതാണ് പ്രതിപക്ഷത്തിൻ്റെ ഏറ്റവും വലിയ ദൗർബല്യമായിട്ട് ഞാൻ കാണുന്നത്.